ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമകഥ. ഇന്നത്തെ വിഷയം സിദ്ധാശ്രമത്തിലെ യാഗരക്ഷ, മാരീച സുബാഹു സംഹാരം, അഹല്യാമോക്ഷം, മിഥിലായാത്ര. ശ്രീരാമജയം. പ്രിയ ഭക്തജനങ്ങളെ, ഇന്നലെ വിശ്വാമിത്ര മഹർഷിയുടെ ആജ്ഞപ്രകാരം ശ്രീരാമൻ താടകയെ വധിച്ചതും തുടർന്ന് മഹർഷിയിൽ നിന്ന് അനേകം ദിവ്യ അസ്ത്രങ്ങൾ സ്വീകരിച്ചതും നാം കേട്ടു. ഇന്ന് 4-ാം ദിവസത്തിലെ പുണ്യകഥ നമുക്ക് കേൾക്കാം. താടകാവധത്തിന് ശേഷം വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടി സിദ്ധാശ്രമത്തിലെത്തി. വാമന അവതാരകാലത്ത് മഹാവിഷ്ണു തപസ്സനുഷ്ഠിച്ച പുണ്യസ്ഥലമായിരുന്നു അത്. മഹർഷി അവിടെ മഹായാഗം ആരംഭിച്ചു. യാഗം അങ്ങനെ 6 ദിവസം നീണ്ടു നിന്നു. ആ ദിവസങ്ങളിൽ രാമലക്ഷ്മണന്മാർ രാവും പകലും ഉറക്കമില്ലാതെ യാഗത്തെ കാത്തു സൂക്ഷിച്ചു. 6-ാം ദിവസം യാഗം പൂർത്തിയാകാൻ പോകുമ്പോൾ ആകാശം ഇരുണ്ടു. വലിയ ഗർജനം മുഴങ്ങി. മാരീചനും സുബാഹുവും അനേകം രാക്ഷസന്മാരുമായിട്ട് അവിടെ എത്തിച്ചേർന്നു. അവർ യാഗം നശിപ്പിക്കാൻ രക്തവും മാംസവും ഒക്കെ എറിഞ്ഞു തുടങ്ങി. ശ്രീരാമൻ ശാന്തനായി വില്ലെടുത്തു. ആദ്യം മാനവാസ്ത്രം പ്രയോഗിച്ച് മാരീചനെ വധിക്കാതെ 100 കണക്കിന് യോജനങ്ങൾ അകലെ സമുദ്രത്തിലേക്ക് തെറിപ്പിച്ചു. പിന്നീട് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് സുബാഹുവിനെ വധിച്ചു. ലക്ഷ്മണൻ ബാക്കിയുള്ള എല്ലാ രാക്ഷസന്മാരെയും പരാജയപ്പെടുത്തി. അങ്ങനെ യാഗം യാതൊരു തടസ്സവുമില്ലാതെ പൂർത്തിയായി. വിശ്വാമിത്ര മഹർഷിയും എല്ലാ ഋഷിമാരും അതിയായ സന്തോഷത്തോടെ ശ്രീരാമനെ അനുഗ്രഹിച്ചു. തുടർന്ന് അവർ മിഥില ലക്ഷ്യമാക്കി യാത്രയായി. വഴിമധ്യേ ഒരു ആശ്രമം കണ്ടു. അവിടെ ജീവന്റെ ഒരു ലക്ഷണവുമില്ലായിരുന്നു. ശ്രീരാമൻ അതിന്റെ കാരണം അന്വേഷിച്ചു. വിശ്വാമിത്രൻ പറഞ്ഞു, ഇത് മഹർഷി ഗൗതമന്റെയും ഭാര്യ അഹല്യയുടെയും ആശ്രമമാണ്. ഇവിടെ ഇന്ദ്രന്റെ ചതിയിൽ അകപ്പെട്ട അഹല്യയ്ക്ക് ഗൗതമ മഹർഷി ശാപം നൽകി. എന്നാൽ ഒരു അനുഗ്രഹവും നൽകി. ശ്രീരാമന്റെ പാദസ്പർശം ലഭിക്കുമ്പോൾ നീ ശാപമുക്തയാകും. ഇത് കേട്ട ശ്രീരാമൻ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ ദിവ്യ പാദസ്പർശം ലഭിച്ച നിമിഷം അഹല്യ ശാപവിമുക്തയായി. അവൾ ദിവ്യ തേജസ്സോടെ പ്രത്യക്ഷയായി ശ്രീരാമനെ സ്തുതിച്ചു. അല്പസമയത്തിനകം ഗൗതമ മഹർഷിയും അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം അഹല്യയെ സ്വീകരിച്ചു. അങ്ങനെ ഇരുവരും ശ്രീരാമനെ പ്രണാമം ചെയ്തു. ഈ സംഭവം ലോകത്തിനൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഭഗവാന്റെ കൃപ ഒരാളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കും. ആത്മാർത്ഥമായ പശ്ചാത്താപവും ദൈവാനുഗ്രഹവും ഉണ്ടായാൽ ഏതു പാപവും ക്ഷമിക്കപ്പെടും. അതിനുശേഷം അവർ മിഥിലയിൽ എത്തിച്ചേർന്നു. ജനക മഹാരാജാവ് വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും ആദരപൂർവം സ്വീകരിച്ചു. അവിടെ ശ്രീരാമൻ ആദ്യമായി സീതാദേവിയെ കണ്ടു. സീതാദേവിയും ശ്രീരാമനെ കണ്ടപ്പോൾ മനസ്സിൽ ഒരു ദിവ്യ അനുഭൂതി നിറഞ്ഞു. അത് സാധാരണ ഒരു കൂടിക്കാഴ്ചയല്ലായിരുന്നു. ലക്ഷ്മിയും നാരായണനും ഭൂമിയിൽ വീണ്ടും ഒന്നിക്കുന്നതിനുള്ള ദൈവനിശ്ചയത്തിന്റെ തുടക്കമായിരുന്നു. ഇവിടെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. ഇന്നത്തെ ആത്മീയ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളുവാനുള്ളത്, ശ്രീരാമന്റെ പാദസ്പർശം അഹല്യയ്ക്ക് പുതിയ ജീവിതം നൽകി. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഭഗവാന്റെ നാമസ്മരണയും ഭക്തിയും സത്സംഗവും ഉണ്ടെങ്കിൽ മനസ്സിലെ അഹങ്കാരവും പാപവാസനകളും നീങ്ങി ആത്മശുദ്ധി കൈവരും. ഹേ ശ്രീരാമ, അഹല്യയെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ മനസ്സിനെയും ശുദ്ധീകരിക്കണമേ. ധർമ്മമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ഭക്തിയോടെ ജീവിക്കാനും അനുഗ്രഹിക്കണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നാളെ സീതാ സ്വയംവരം, ശിവധനുഭംഗം, ശ്രീരാമ സീതാ വിവാഹം ഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.